എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. നീറ്റ് PGയുടെ പരീക്ഷ, നീറ്റ് MBBS ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ നീറ്റ് PGയുടെ അവസാന വട്ടം തയ്യാറെടുപ്പുകളോടുകൂടിയിരിക്കുന്ന വളരെ പ്രതീക്ഷയുള്ള ദിനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് PGയുടെ പരീക്ഷ നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ മാസം 15-ാം തീയതി നടക്കാനായിട്ടിരിക്കുകയാണ്. NBE എന്ന് നമ്മൾ പറയും, ദേശീയ പരീക്ഷാ ബോർഡ് അല്ലെ, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആണ് ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പ്രോബ്ലം അവിടെ ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ 2 ഷിഫ്റ്റിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആരോപണമായി, ഒരു റിട്ട് ഹർജിയായി. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ 2 ഷിഫ്റ്റ് വേണ്ട, ഒരു സിംഗിൾ പരീക്ഷ മതി, അതായത് ഒരു ഷിഫ്റ്റ് മതി എന്ന്. ഇതിന് പല റീസൺസ് ആണ് ഇത് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ചോദ്യങ്ങള് ആദ്യത്തെ ഷിഫ്റ്റിലത്തെ ഒരിക്കലും രണ്ടാമത്തെ ഷിഫ്റ്റിൽ വരില്ല അല്ലെ. അപ്പൊ ചോദ്യങ്ങൾ വ്യത്യസ്ത ചോദ്യങ്ങളായിരിക്കും. അതുപോലെ തുല്യ അവസരം കിട്ടില്ല എന്നുള്ളൊരു വാദം. മൂന്നാമത്തെ സുതാര്യമാവണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ചകൾ വന്നത്. അപ്പൊ സുപ്രീം കോടതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായ് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. അപ്പൊ മെയ് അവസാന വാരാണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഫൈനൽ ആയിട്ടുള്ള വേർഡ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നീറ്റ് PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കള് അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. വളരെ ഹാർഡായിട്ടുള്ളൊരു പരീക്ഷയാണ് നീറ്റിന്റെ PG പരീക്ഷ അല്ലേ. പല ആൾക്കാരും പലതരത്തിലുള്ള റീഡിംഗ് ക്യൂബിക്കളിലൊക്കെ വർഷങ്ങൾ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത്, അതുപോലെ ലാപ്ടോപ്പ് ഇപ്പുറത്തുണ്ടാവും, അതുപോലെ ഹെഡ്സെറ്റ് ഉണ്ടാവും, മൊബൈൽ ഉണ്ടാവും, അങ്ങനെയൊക്കെയും പറഞ്ഞ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും നീറ്റ് PG എന്ന് പറയുന്ന പരീക്ഷ അവരുടെ ഡ്രീം. പലരും പറയും എനിക്ക് MS സർജറി വേണം, അതുപോലെ MD പഠിക്കണം. അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അല്ലേ. കാർഡിയോ ഉണ്ട്, അതുപോലെ ത്വക്ക് രോഗങ്ങളിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡെർമറ്റോളജി, അതുപോലെ ഓർത്തോ, കുഞ്ഞേ കുട്ടികളുടെ നിയോനിറ്റാല്, അങ്ങനെയുള്ള പല വിഭാഗങ്ങളുണ്ട് ഇതിൽ. നമ്മൾ PGയിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്വാശ്രയ കോളേജില് ഈ 3 വർഷം PG പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2.5 കോടി രൂപ ചെലവ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഡോക്ടറായി MBBS കഴിഞ്ഞു, എന്നാലോ എൻ്റെ PGയും കൂടി കഴിഞ്ഞാലാണ് എനിക്ക് ശരിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുക, നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലിക്കുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു PG ലെവലിലേക്ക് പോവാണ്. അവർക്ക് ആഗ്രഹിക്കുന്ന കോളേജുകളും അതുപോലെ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, സ്പെഷ്യലൈസേഷൻ അവർക്ക് ലഭ്യമാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാതെ ആ ഹാർഡ് വർക്കിന് ഫലം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് PG MBBS ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടത്. അവർക്കൊരു മോട്ടിവേഷൻ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. തീർച്ചയായിട്ടും പാരന്റ്സിന്റെ പലപ്പോഴും വിചാരം അവള് ഡോക്ടറായി, അവൻ ഡോക്ടറായി, അവർക്ക് അവരുടെ കാര്യങ്ങള് നോക്കാനായിട്ടുള്ള ഒരു ശേഷിയുണ്ട്, ഇനി നമ്മളായിട്ട് എന്തെങ്കിലും പറയണോ, അങ്ങനെയൊക്കെ പല മാതാപിതാക്കളും എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ നമ്മള് ഒന്നാമത്തെ കാര്യം ചിന്തിക്കേണ്ടത് എന്താ, നമ്മുടെ മോളാണ്, നമ്മുടെ മോനാണ് അല്ലെ. കാര്യം ഡോക്ടറായിട്ടുണ്ടാവാം, MBBS കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവരെപ്പോഴും നമ്മുടെ മക്കളാണ് അല്ലെ. അപ്പൊ നമ്മുടെ മക്കളിനെ നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അവരെ കൂടെ ഉണ്ടാവണം അല്ലെ. അപ്പൊ അവർക്ക് ഏറ്റവും സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് അവരെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ടൈം പീരീഡില് ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം അനുഭവിക്കുന്ന മക്കളായിരിക്കും നമ്മളുടെ PG ആസ്പിരൻസ് ആയിട്ടുള്ള ആൾക്കാർ. തീർച്ചയായിട്ടും അവർക്കുള്ള കൗൺസിലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. എൻ്റെ നമ്പർ ഇതാണ് 9188
142 143 9188 142 143. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, ബന്ധപ്പെടാം. നിങ്ങൾ നീറ്റ് PG പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവപ്പെടും. തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് ആവശ്യമുള്ള ആൾക്കാർ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. മൈൻഡ് റിലാക്സ് ആക്കാം. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. കുറെ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, സാറേ ക്ലൈമറ്റ് മാറിയോടുകൂടി ജലദോഷമായി, പനിയായി, വയ്യാണ്ടായി, ഇനി എൻ്റെ എക്സാമിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും എന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ആദ്യം തന്നെ ഒഴിവാക്കാം. നമ്മൾ ഓൾറെഡി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മള് 25 ലക്ഷം മക്കൾ എഴുതുന്ന നീറ്റ് പരീക്ഷ പടവെട്ടി ജയിച്ച് നമ്മള് വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്സാം കിട്ടും എന്ന് പറയുന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളെല്ലാവരിലും ഉണ്ടാവണം. നമ്മളിൽ കുടികൊള്ളുന്ന ആ ഒരു ഈശ്വരനുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ഒരു ശക്തിനെ നമ്മൾ 100%, അതായത് പൂർണ്ണ തോതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് എന്തുണ്ടാവുക, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവുക, നമ്മൾ എനർജറ്റിക് ആവും അല്ലെ, സെൽഫ് റീ എനർജൈസ്ഡ് ആയിട്ട് മാറും. തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനർജൈസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ആസ്പിരൻസിനും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് എന്ന് ഞാൻ നേരുകയാണ്. താങ്ക് യു all.